ശ്രീയും ദേശീയ വിദ്യാഭ്യാസ നയവും നാം എതിർക്കേണ്ടതാണോ? ഭാരതം സ്വതന്ത്രമായതിനു ശേഷം ആദ്യമായി തനത് വിദ്യാഭ്യാസ സംവിധാനത്തെയും പഠന രീതികളെയും അവലംബിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളം അഭിമാനകരമായ ആ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ സ്വാഭാവികമായ കോലാഹലങ്ങളും ആരംഭിച്ചിരിക്കുന്നു. കോലാഹലകുമാരന്മാരും ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം വായ തുറക്കുന്ന സാംസ്കാരിക നായകന്മാരും PM ശ്രീ എന്താണ് എന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന സംശയം. വായന പതിവില്ലാത്തതാണ്, അതുകൊണ്ട് ആ ചോദ്യം പ്രസക്തമല്ല. എന്നാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള അച്ഛനമ്മമാർ ഈ കുറിപ്പ് തീർച്ചയായും വായിച്ചു നോക്കണം. എന്നിട്ട് തീരുമാനിക്കൂ ഇത് എതിർക്കപ്പെടേണ്ടതാണോ അല്ലയോ എന്ന്. ഇനി എന്താണ് PM ശ്രീ എന്ന് നോക്കാം. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ സംരംഭം നിലവിലുള്ള 14,500 അധികം സർക്കാർ സ്കൂളുകളെ ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന മാതൃകാ സ്ഥാപനങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന ബൃഹത് പദ്ധതിയാണ്. കേവലം അടിസ്ഥാന സൗകര്യങ്ങളുള്ള നവീകരണത്തിനപ്പുറം ഈ സ്കൂളുകൾക്കായുള്ള ഔദ്യോഗിക ചട്ടക്കൂട് താഴെത്തട്ടിൽ നിന്ന് മികവ് വളർത്താൻ രൂപകൽപ്പന ചെയ്ത പരമ്പരാഗത ചിന്തകൾക്ക് വിപരീതമായ നിരവധി ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ഒന്നാണ്. ഒരു പൊതുവിദ്യാലയം എന്തായിരിക്കണം, അത് വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ മൗലികമായി പുനർനിർമ്മിക്കാൻ സാധ്യതയുള്ള PM ശ്രീ ചട്ടക്കൂടിലെ ഏറ്റവും സ്വാധീനമുള്ളതും നൂതനവുമായ 5 ആശയങ്ങളാണ് ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നത്. 1. PM ശ്രീ വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെടാൻ സ്കൂളുകൾ ആദ്യം മത്സരിക്കണം. ഒരു വിദ്യാലയവും സ്വയം PM ശ്രീ മാതൃകാ വിദ്യാലയമായി മാറുകയില്ല. അതിനായി സ്കൂളുകൾ സ്വയം അപേക്ഷിക്കണം, ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം. പിന്നീട് മാത്രമേ ചാലഞ്ച് മോഡ് മുഖേന അവയ്ക്ക് PM ശ്രീ പദവി നേടാൻ കഴിയൂ. 3 ഘട്ടങ്ങളുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ UDISC+, അതായത് യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ, സ്കൂളുകളെ തിരിച്ചറിയാനുള്ള കോഡ്, ഡാറ്റ അടിസ്ഥാനമാക്കി സ്കൂളുകൾക്ക് സ്വയം അപേക്ഷിക്കാം. മത്സരത്തിന്റെ അടിസ്ഥാനമെന്ത്? യോഗ്യത നേടിയ സ്കൂളുകൾ നിർദ്ദിഷ്ട ഗുണനിലവാര മാനദണ്ഡങ്ങൾ എത്രത്തോളം നന്നായി പാലിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മത്സരിക്കുന്നത്. വിലയിരുത്തൽ പ്രധാനമായും താഴെ പറയുന്ന മേഖലകളിലെ സ്കോറുകൾ കണക്കാക്കിയാണ്. 1. അടിസ്ഥാന സൗകര്യങ്ങൾ. 2. അധ്യാപക ജീവനക്കാരുടെ ഗുണനിലവാരം. 3. പഠന ഫലങ്ങൾ. 4. പരിസ്ഥിതി സൗഹൃദ സംരംഭങ്ങൾ. 5. ഗുണഭോക്താക്കളുടെ പ്രതിബദ്ധത. നഗര സ്കൂളുകൾക്ക് 70%, ഗ്രാമ സ്കൂളുകൾക്ക് 60% മാർക്ക് നേടണം. ഈ മാതൃക അർഹതയല്ല, മികവിനുള്ള പുരസ്കാരം എന്ന നിലയിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റുന്നു. എന്നുവെച്ചാൽ മത്സരം പോലും വളരെ ക്രിയാത്മകമാണ് എന്ന് ചുരുക്കം. സ്കൂളുകൾ തമ്മിലുള്ള ഈ ആരോഗ്യകരമായ മത്സരം വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഗുണം നൽകും എന്ന് ആലോചിക്കുക. ഇനി രണ്ടാമതായി, സ്കൂൾ സമയം അവസാനിക്കുന്നില്ല, അത് സമൂഹത്തിനായി തുറന്നു കൊടുക്കുന്നു. ഇത്രയും സൗകര്യങ്ങൾ കൊണ്ട് മെച്ചപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഉപയോഗിക്കുവാൻ സാധിക്കുക. PM ശ്രീ സ്കൂളുകൾ ക്ലാസ് സമയത്തിനു ശേഷം സാമൂഹിക ചേതനാ കേന്ദ്രങ്ങൾ ആയി മാറണമെന്ന് PM ശ്രീ മാർഗരേഖ നിഷ്കർഷിക്കുന്നു. സാമൂഹിക ഭൗതിക സന്നദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുവാനും സ്കൂൾ ഉപയോഗിക്കാത്ത സമയങ്ങളിലെ സ്കൂളിലെ കളിസ്ഥലങ്ങളും ലൈബ്രറികളും തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കുവാൻ ചട്ടക്കൂട് ആവശ്യപ്പെടുന്നു. എന്നുവെച്ചാൽ ഭാരതം മുഴുവൻ സാമൂഹിക കേന്ദ്രങ്ങളായിക്കൊണ്ട് വിദ്യാലയങ്ങൾ മാറും. അതിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും പൊതുജനത്തിനും കൂടെ ഉപകാരപ്പെടും. ഇനി 3. സ്വാതന്ത്ര്യമുള്ള സർക്കാർ ചട്ടക്കൂട്. സാധാരണയായി സർക്കാർ പദ്ധതികൾ കർശനമായ മാർഗരേഖകളോടെ ആയിരിക്കും. എന്നാൽ PM ശ്രീ പദ്ധതി അതിന്റെ വിപരീത ദിശയിലാണ് പോകുന്നത്. രൂപരേഖയിൽ തന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദ ഫ്രെയിംവർക്ക് ഈസ് നോട്ട് പ്രിസ്ക്രിപ്റ്റീവ് ബട്ട് സജസ്റ്റീവ് ഇൻ നേച്ചർ. എനി ഹോമോജീനൈസേഷൻ ഓർ യൂണിഫോമൈസേഷൻ ഓർ റിജിഡ് സ്ട്രക്ചറിംഗ് വുഡ് നോട്ട് അലോ ഫോർ യൂണിക്നെസ് ഓഫ് എക്സലൻസ്. എല്ലാ സ്കൂളുകളും ഒരേ രീതിയിൽ മാറേണ്ടതില്ല. പ്രത്യക്ഷമായ ആവശ്യങ്ങൾക്കും പ്രാദേശിക സാഹചര്യങ്ങൾക്കും അനുയോജ്യമായി ഓരോ സ്കൂളിനും തങ്ങളുടെ രീതിയിൽ നവീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇത് നയനിർവഹണം എന്ന കാർക്കശ്യത്തിൽ നിന്ന് മാറി നേതൃത്വം രൂപീകരണം എന്നതിലേക്കുള്ള ആശാവഹമായ മാറ്റമാണ്. കേന്ദ്രാവിഷ്കൃതമായ ഈ പദ്ധതിക്ക് ഈ സമീപനം തികച്ചും അസാധാരണമാണ്, പ്രത്യേകിച്ചും ഫാസിസ്റ്റ് ഡാമൽഗുണ്ട സർക്കാരിന്റെ പദ്ധതിയാവുമ്പോൾ. ഇത് സ്കൂൾ പ്രിൻസിപ്പൽമാർക്കും പ്രാദേശിക ഗുണഭോക്താക്കൾക്കും വിശാലമായ ദേശീയ കാഴ്ചപ്പാടിനെ അവരുടെ തനതായ സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാൻ അധികാരവും അവകാശവും നൽകുന്നു.
ഒരു ചെക്ക് ലിസ്റ്റ് എന്നതിന് പകരം ഈ ചട്ടക്കൂട് ഒരു വഴികാട്ടിയായാണ് പ്രവർത്തിക്കുന്നത്. ഇത് കേന്ദ്രീകൃത നിയന്ത്രണത്തേക്കാൾ പ്രാദേശിക നേതൃത്വത്തിലുള്ള ഒരു ജനാധിപത്യ വികേന്ദ്രീകരണ ആശയമാണ്. അതുകൊണ്ട് തന്നെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കേണ്ടതാണ്. ഇനി നാലാമതായി, ഓരോ സ്കൂളും ഒരു ഗ്രീൻ സ്കൂളായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. പരിസ്ഥിതി സുസ്ഥിരത ഒരു ആധുനിക ചിന്തയോ ഒരു പ്രത്യേക ക്ലബ്ബ് പ്രവർത്തനമോ അല്ല. ഇത് PM ശ്രീ സ്കൂൾ രൂപകൽപ്പനയുടെ പ്രധാനപ്പെട്ട ഒരു തൂണാണ്. 14,500 സ്കൂളുകളും ഗ്രീൻ സ്കൂളുകളായി വികസിപ്പിക്കണമെന്ന് ഈ ചട്ടക്കൂട് നിഷ്കർഷിക്കുന്നു. അത് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും പരിസ്ഥിതി സൗഹൃദ പദ്ധതികളെ ഉൾക്കൊള്ളിക്കുവാൻ പര്യാപ്തമാണ്. വെറുതെ 2 മരം നടലോ ജൂൺ 5-ന് നാം കാലാകാലങ്ങളായി കാണിക്കുന്ന പ്രഹസനങ്ങളോ അല്ല ഇത്. ഈ ഹരിത പ്രതിബദ്ധത കൃത്യവും അളക്കാവുന്നതുമാണ്. അത് പദ്ധതിയിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സോളാർ പാനലുകളും LED ലൈറ്റിങ്ങും വഴിയുള്ള ഊർജ്ജക്ഷമത, സ്വാഭാവിക കൃഷിയോടുകൂടിയ പോഷകത്തോട്ടങ്ങൾ, മാലിന്യ സംസ്കരണവും പ്ലാസ്റ്റിക് രഹിത നയങ്ങളും ജലസംരക്ഷണവും വിളവെടുപ്പും ഒരു ഓർഗാനിക് ജീവിതശൈലി ഉൾപ്പെടുത്തുന്നതിനുള്ള അവബോധം സൃഷ്ടിക്കൽ. ഇത് കേവലം പാഠപുസ്തകത്തിലെ പാഠങ്ങളെക്കുറിച്ചുള്ളതല്ല. സ്കൂളിലെ വാട്ടർ ഓഡിറ്റ് നടത്തുന്നതിലും പ്രാദേശിക സസ്യജന്തുജാലങ്ങളുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ പരിപാലിക്കുന്നതിലും വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുക്കുമ്പോൾ ഈ 2 പ്രവർത്തനങ്ങളും പ്രോഗ്രാമിന്റെ സ്കോറിംഗ് മാനദണ്ഡങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. കുട്ടികൾ പരിസ്ഥിതി പരിപാലനം ഒരു ജീവിത യാഥാർത്ഥ്യമായി പഠിക്കുന്നു. അവർ സുസ്ഥിരതയെ ഒരു അമൂർത്തമായ ആശയമായിട്ടല്ല, മറിച്ച് അവർ പഠിക്കുന്ന കെട്ടിടത്തിന്റെയും അവർ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെയും ഭാഗമായി തന്നെ കാണാൻ പരിശീലിക്കുന്നു. റിപ്പോർട്ട് കാർഡുകൾക്ക് 360 ഡിഗ്രി മാറ്റം വരുന്നു. വിദ്യാർത്ഥികളുടെ വിലയിരുത്തൽ കാണാപ്പാഠം പഠിക്കുന്നതിനുള്ള ശ്രദ്ധയിൽ നിന്ന് ഒരു കുട്ടിയുടെ വികസനത്തെക്കുറിച്ചുള്ള സമഗ്രമായ 360 ഡിഗ്രി കാഴ്ചപ്പാടിലേക്ക് മാറുകയാണ്. 21-ാം നൂറ്റാണ്ടിലെ കഴിവുകളാൽ സജ്ജരായ എല്ലാ മേഖലകളിലും കഴിവുള്ളവരുമായ വ്യക്തികളെ സൃഷ്ടിക്കുക എന്ന NEP 2020 കാഴ്ചപ്പാടിനോടുള്ള നേരിട്ടുള്ള പ്രതികരണമാണിവിടെ കാണുന്നത്. PM ശ്രീ സ്കൂളുകൾ കോഗ്നിറ്റീവ് കഴിവുകൾ മാത്രമല്ല, 3 വ്യത്യസ്ത മേഖലകളിൽ വിദ്യാർത്ഥികളെ വിലയിരുത്തും. ഒന്നാമത് കോഗ്നിറ്റീവ് ഡൊമൈൻ, രണ്ടാമത് അഫക്റ്റീവ് ഡൊമൈൻ, മൂന്നാമത് സൈക്കോമോട്ടർ ഡൊമൈൻ. ഈ ആശയം പൂർണ്ണമായും പുനരൂപകൽപ്പന ചെയ്ത ഒരു പ്രോഗ്രസ് കാർഡിൽ പ്രതിഫലിക്കും. അത് ചട്ടക്കൂട് വ്യക്തമായ കാഴ്ചപ്പാടോടെ വിവരിക്കുന്നത് നോക്കുക. The progress card will be a holistic, multi-dimensional report that reflects the uniqueness of each learner. ഓരോ പഠിതാവിൻ്റെയും കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടർ ഡൊമൈനുകളിലെ പുരോഗതിയും അതുല്യതയും വളരെ വിശദമായി പ്രതിഫലിക്കുന്ന ഒരു സമഗ്രമായ 360 ഡിഗ്രി ബഹുമുഖ റിപ്പോർട്ടായിരിക്കും പ്രോഗ്രസ് കാർഡ്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ വിജയം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ പുനർനിർവചനമാണിത്. ഒരു കുട്ടിയുടെ വളർച്ച ഇനി ടെസ്റ്റ് സ്കോറുകൾ കൊണ്ട് മാത്രം അളക്കപ്പെടില്ല. ഈ പുതിയ മാതൃക അവരുടെ ജിജ്ഞാസ, സർഗാത്മകത, വൈകാരിക ക്ഷേമം, ശാരീരിക കഴിവുകൾ എന്നിവയ്ക്ക് അവരുടെ അക്കാദമിക് അറിവിനോടൊപ്പം തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ വികസനത്തിന്റെ പൂർണ്ണമായ ചിത്രം പകർത്താൻ ലക്ഷ്യമിടുന്നു. ഇത് മുഴുവൻ കുട്ടിയുടെയും പുരോഗതിയെ തിരിച്ചറിയുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. സത്യത്തിൽ കൊതിയാവുന്ന ഒരു വിദ്യാഭ്യാസ പരിഷ്കരണമാണിത്. നമ്മളോ യന്ത്രം പോലെ പഠിച്ചു, നമ്മുടെ കുട്ടികളെങ്കിലും മനുഷ്യരെ പോലെ പഠിക്കട്ടെ. ഈ വിഷയത്തിൽ അലമ്പുണ്ടാക്കുന്ന സാംസ്കാരിക നായകന്മാരുടെ മക്കൾ, കൊച്ചുമക്കൾ എന്നിവരൊക്കെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഉണ്ടെങ്കിൽ നിങ്ങൾ PM ശ്രീയെ എതിർക്കില്ല. വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ കേരളം, വിദ്യാഭ്യാസത്തിന്റെ വിപ്ലവത്തിനോട് മുഖം തിരിക്കാതെ ഇരുന്നതിന്.